ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്ന് രാവിലെ വ്യാഴാഴ്ചയായിരുന്നു, അമ്പലത്തിലൊക്കെ പോയി. അതുവഴി വരുന്ന വഴിക്ക് അമ്മയെ കണ്ടു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഗുളികയൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതിന് ഹോസ്പിറ്റലിൽ പോയി ഗുളികയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് ഒരു കുട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്, അതിനെ കാണാൻ കയറി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയതേ ഉള്ളൂ. നല്ല വെയിലുണ്ട്, അതേപോലെ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ വൃശ്ചിക മാസത്തിലെ കാറ്റൊക്കെ ഇപ്പം ധനുമാസത്തിൽ നല്ല ശക്തിയായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പുണ്ട് രാത്രിയിലൊക്കെ. പിന്നെ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്കത് തോന്നിയത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്നിടത്ത് ഹസ്ബൻഡായാലും ആണുങ്ങളാരും അധികം അങ്ങനെ വന്നിരിക്കുന്നത് അമ്മമാർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നല്ല ഒരു ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആ കെയർ നന്നായിട്ട് കുട്ടിക്കും അതേപോലെ പ്രസവിച്ച് കിടക്കുന്ന അമ്മയ്ക്കും ഒക്കെ കിട്ടുന്നു എന്നുള്ളൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് ഇപ്പം നമ്മുടെ അമ്മയുടെയൊക്കെ കാലം, എൻ്റെ അമ്മയുടെ കാലം, അതിന് മുമ്പ് അമ്മൂമ്മയുടെയൊക്കെ കാലത്ത് അമ്മൂമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരെയൊക്കെ കാണുന്നത് തന്നെ ഒരു കൊച്ച് ഉണ്ടായി കഴിയുമ്പോഴാണ് അപ്പൂപ്പൻ്റെ മുഖം കണ്ടതെന്ന് പറയുന്ന കണക്ക് പണ്ടൊക്കെ അത്രയ്ക്ക് ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ മുൻവശത്തിരിക്കും. അത് അങ്ങോട്ട് ആരും പോകത്തില്ല. പെണ്ണുങ്ങളൊക്കെ ഈ പുറവശത്ത് പടിഞ്ഞാറ് വശത്തുള്ള ആ വരാന്തയിലും അവിടെ അവരുടെ അടുക്കളയും അങ്ങനെയൊക്കെയായിരുന്നു അമ്മമ്മയുടെ കാലത്തൊക്കെ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെയൊക്കെ കാലമായപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കാമെന്നൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും പ്രസവിച്ച് കിടക്കുമ്പോഴൊന്നും ഭർത്താക്കന്മാരൊന്നും വന്ന് ഇരിക്കുകയോ അങ്ങനൊന്നും ഇഷ്ടമല്ല, ആരും സമ്മതിക്കത്തുമില്ല. നമ്മുടെയൊക്കെ കാലമായപ്പോഴത്തേനും ഭർത്താക്കന്മാർ ഹോസ്പിറ്റലിൽ വരും, കൊച്ചിനെ കാണും, പോകുമെന്നല്ലാതെ അവിടെ ഇരിക്കത്തില്ലല്ലോ. ഇപ്പോഴങ്ങനാണോ? ഗർഭിണിയാവുമ്പോൾ മുതൽ അതിനെ ആശുപത്രി കൊണ്ടുപോകുന്നതും വരുന്നതും, പിന്നെ അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുമ്പോഴും, അത് കഴിഞ്ഞ് 56 പിന്നെ കുട്ടിയെ നോക്കുന്നതായാലും എല്ലാം ആൺകുട്ടികളും കൂടെ പങ്കെടുത്തുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോഴത്തെ അമ്മമാരൊന്നും അതിലൊന്നും ഒരു കുറ്റവും കാണുന്നില്ല. അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ മുറുമുറുപ്പുണ്ട്. എന്തിനാ ഇവൻ വന്ന് എപ്പോഴും ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അമ്മമാരുണ്ടായിരിക്കും. എങ്കിലും എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കുറച്ചൊക്കെ ആ കുട്ടിക്കൊരു മാനസികമായിട്ടുള്ള ഒരു ഹെൽപ്പിനുമൊക്കെ ഭർത്താക്കന്മാർ കൂടെ ഉള്ളതാണ് നല്ലത്. അവൾക്ക് അനുഭവിച്ച വേദനകൾക്കൊക്കെ ഭർത്താവിനെ കാണുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ. അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചിലർക്കൊന്നും അത് താല്പര്യമില്ല. ചിലരിങ്ങനെ മുറുമുറുക്കും, അത് പ്രസവിച്ചപ്പം വന്നിരുന്നു, ഇതുവരെ പോയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. അത് ഇച്ചിരി പ്രായമുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്നിടത്ത് വന്നിരിക്കുന്നതൊന്നും. പക്ഷേ ഇപ്പോഴത്തെ ആ പിള്ളേരുടെ കരുതലൊക്കെ എന്ത് നല്ലതാണ്. പണ്ടൊക്കെ ഉള്ള ഭർത്താക്കന്മാരുടെ അവസ്ഥ ഓർത്താൽ എന്തുവാ ദൈവമേ, കൊച്ചു കരഞ്ഞാൽ പോലും കൊച്ചിനെ ഒന്ന് എടുക്കാൻ പോലും അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പ്രസവിച്ച് കിടന്നാലൊന്നും അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമോ അല്ലെങ്കിൽ അതിനെ ആട്ടുമോ ഒന്നുമില്ല. മിക്കവാറും അപ്പൂപ്പന്മാരൊക്കെ പിന്നെ ഇരുന്ന് ആട്ടുമായിരുന്നു. എൻ്റെ അനുഭവത്തിലൊക്കെ ഇവിടെ അപ്പൂപ്പനായിരുന്നു തൊട്ടിയിലൊക്കെ ഇട്ട് ആട്ടുകയും എടുത്തുകൊണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേസമയം ഹസ്ബൻഡൊന്നും അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൊച്ചിന് പാൽ കൊടുക്കണോ, അതിനെ അപ്പിയെടുക്കണോ, എന്തോ വേണമെങ്കിലും ഇപ്പോഴത്തെ ചെറുക്കന്മാർ പിള്ളേർ എന്തോ വേണമെങ്കിലും ചെയ്യും. അതുപോലെ തന്നെ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ എന്തോ ഒരു കെയറിങ്ങിലാണ് കൊണ്ടു കിടക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും വരുന്നതും എല്ലാം. അതേസമയം പണ്ടുള്ള ആരെങ്കിലും ചെയ്യുമായിരുന്നു. അതുപോലെ പണ്ട് നമ്മുടെ കാലത്തിന് മുമ്പുള്ള അപ്പൂപ്പന്മാരുടെ അവസ്ഥ, അമ്മമാരുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കും. ഇതിനേക്കാൾ വളരെ പരിതാപകരമായിരുന്നു. അവർ പ്രസവിച്ച് കഴിഞ്ഞാലും കാണത്തില്ല, ഒന്നും കാണത്തില്ല, കൊച്ചുണ്ടോയെന്നും നോക്കുന്നില്ല. ചിലപ്പം ചില അപൂർവ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നായിരിക്കും കെയർ കൊടുക്കുന്നതെങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ വലിയ ഭാര്യയെ അമിതമായി കെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുകയോ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പയ്യന്മാരെല്ലാം പാവം പിടിച്ച പിള്ളേരാണ്. എനിക്ക് തോന്നുന്നത് പെൺപിള്ളേരെക്കാളും പാവം ഇപ്പോഴത്തെ ആൺപിള്ളേരാണെന്നാണ്. അത്രയ്ക്ക് നല്ല കെയറിങ്ങാണ് എല്ലാ ചെറുക്കന്മാരും കൊടുക്കുന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് വന്നാലും അതേപോലെ അവരൊക്കെ ഗർഭിണിയായാലും അതുപോലെ കൊച്ചു ഉണ്ടായാലും എല്ലാം ഒരു കൈ വെച്ച് കുഞ്ഞിനെ എടുക്കും, ഒരു കൈ വെച്ച് അവളെ എടുക്കും, അതേപോലെ കൊണ്ടു നടക്കുന്നത്. അതാണ് നല്ലത്. പിന്നെ പണ്ടുള്ള ഭർത്താക്കന്മാർക്ക് ഇപ്പോഴത്തുള്ള ഭർത്താക്കന്മാരുടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, പണ്ട് എന്ന് വെച്ചാൽ എന്തുവാ, രാവിലെ നമ്മൾ എഴുന്നേൽക്കണം. ആദ്യം എഴുന്നേൽക്കേണ്ടത് ഭാര്യ തന്നെ ആയിരിക്കണം. പോയി ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ ഇടണം, ഒക്കെ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ അമ്മയുടെയൊക്കെ കാലത്ത് രാവിലെ അമ്മ എണീക്കണം. അമ്മയൊക്കെ നേരെ പിന്നെ പശുവിനെ കറക്കാം. എല്ലാവരുടെ വീട്ടിലും പശുവൊക്കെ കാണും.
അന്നേരം പശുവിനെ കറക്കാൻ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ അമ്മയൊക്കെ രാവിലെ എണീക്കുന്നത് പശുവിനെ പോയി കറക്കും. എന്ന് വെച്ചാൽ അവർക്ക് പശുവുണ്ട്, എല്ലാ വീട്ടിലും ഓരോ പശു വേണം. അന്നേരം അവർ പശുവിനെ കറക്കുക, പാൽ. പിന്നെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. മക്കൾ വേണമെങ്കിൽ തന്നെത്താനും ഒരുങ്ങി സ്കൂളിൽ പൊക്കോണം, തിരിച്ചു വന്നോണം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. അല്ലാതെ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമെന്നും പറഞ്ഞ് അമ്മമാർ ജീവൻ കളഞ്ഞ് നടക്കുകയൊന്നുമില്ല. അവരവർക്ക് വേണമെങ്കിൽ രാവിലെ കുളിച്ചോണം, ഒരുങ്ങിക്കോണം, അവരവരുടെ ബുക്ക് എടുത്തോണം, പൊക്കോണം. അല്ലാതെ അവിടെ പിന്നെ അതുപോലെ PTA മീറ്റിംഗ് അങ്ങനൊന്നിനും അമ്മയൊന്നും വന്ന്, അച്ഛനും വന്ന് കണ്ടിട്ടില്ല, അമ്മയും വന്ന് കണ്ടിട്ടില്ല. അതേസമയം ഇപ്പോഴത്തെ അമ്മമാരങ്ങനല്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടമായപ്പോൾ പിന്നെ പിള്ളേരെ ഒരുക്കി സ്കൂളിൽ വിടണമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ എണീക്കുന്നത്. പിള്ളേർക്കിന്ന് സ്കൂളുണ്ടോ, സ്കൂളിൽ പോകണം, അത് കൂടുതൽ അമ്മമാർ അതിനായിട്ടങ്ങ് മെനക്കെടും. അച്ഛന്മാരങ്ങനൊന്നും അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴങ്ങനല്ല. ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള എല്ലാ പയ്യന്മാരും കുട്ടികളെയും അതേപോലെ ഭാര്യയെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിക്കാൻ പേടിയാന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സത്യത്തിൽ ഞാൻ പറയുന്നത് പെൺകുട്ടികളൊന്നും പേടിക്കണ്ട. നല്ല ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പേടിക്കണ്ട. ഇനി ഭർത്താവിനെ കിട്ടുന്നത് അവരവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. നല്ല ഭർത്താവാണോ പന്നലാണോ എന്നൊക്കെ അറിയാം. അങ്ങനെ പഴയ തലമുറയിലെ ഭർത്താക്കന്മാരും ഇപ്പോഴത്തെ തലമുറയിലെ ഭർത്താക്കന്മാരും കൂടെ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയുമായിരുന്നു. ഇപ്പോഴത്തെ ഭർത്താക്കന്മാരുടെ കെയറിങ്ങൊക്കെ വളരെ അവന്മാർ രാവിലെ എണീറ്റോളും, ചായ ഇട്ടോളും, എന്നിട്ട് ഈ പെമ്പിള്ളാരെ വിളിച്ച് ഉണർത്തിക്കോളും, കൊടുത്തോളും. അല്ലെങ്കിൽ അവരുടെ അമ്മ പോലും ഒന്നും മിണ്ടത്തില്ല എന്നുള്ളതാണ്. എത്രയോ പേരുടെ എനിക്ക് ഉദാഹരണം അറിയാം. അവരുടെ അമ്മ പോലും ഇനിയിപ്പം നാളെ എൻ്റെ മരുമോളാണെങ്കിലും ഞാനും ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അവർ രാവിലെ എണീക്കത്തില്ല. മോനെ വേണമെങ്കിൽ എണീറ്റ് ചായ ഇട്ടോ അവർക്ക് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിലൊന്നും നമ്മൾ ഇടപെടാൻ പോയിരുന്നാൽ മതി. അവർ ചായ ഇടുവോ, കുടിക്കുവോ, കൊടുക്കുവോ, എന്തോന്നോ ചെയ്യട്ടെ. നമ്മളതിലൊന്നും മോഹം കാണിച്ച് അതിന് അഭിപ്രായം പറയാൻ പോകുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ അമ്മായിയമ്മമാരെല്ലാം വളരെ പാവങ്ങളാണ്. അവരാരും ഇതിലൊന്നും ഇടപെടാനേ പോകുന്നില്ല. അതുപോലെ മരുമോൾ എത്ര താമസിച്ച് എണീറ്റ് വന്നാലും അവർക്ക് കുഴപ്പമില്ല. കുളിച്ചിട്ട് അടുക്കളയിൽ കയറണമെന്നുമില്ല, ഒന്നുമില്ല. പണ്ടൊക്കെ കുളിക്കാതെ അടുക്കളയിൽ കയറത്തില്ല. രാവിലെ എണീറ്റാൽ നമ്മൾ നേരെ കുളിച്ചിട്ടേ നമ്മുടെ അടുക്കളയിൽ കയറാൻ സമ്മതിക്കത്തുള്ളായിരുന്നു. അങ്ങനെയുള്ള കർശന നിയന്ത്രണങ്ങളെല്ലാം മാറി. എല്ലാവരും ഇപ്പം വളരെ ഹാപ്പി ആയിട്ടാണ്, എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. ഇപ്പോഴത്തെ മരുമക്കളൊക്കെ അക്കാര്യത്തിൽ വളരെ ഭാഗ്യം ചെയ്തവരായിട്ടാണ് കാണുന്നത്. പിന്നീട് ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം ഇല്ലാതൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അമിതമായ കെയറിങ് ഒന്നും നമുക്ക് കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുക, പിന്നെ കൊച്ചിൻ്റെ ആപ്പി എടുക്കുക, അങ്ങനൊന്നും ചെയ്യത്തില്ല. പിന്നെ കുഞ്ഞിനെ കളിപ്പിക്കുക, അങ്ങനൊന്നും വലുതായിട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി നടന്നു തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കളിപ്പിക്കുക. അല്ല പൊടി കുഞ്ഞായിരിക്കുമ്പോൾ ഉറക്കമൊഴിയോ അങ്ങനൊന്നും ചെയ്യത്തില്ല. എന്നാലും നമ്മളുടെ കെയറിങ്ങിനൊന്നും കുഴപ്പമില്ല. മക്കൾ ആവശ്യങ്ങൾക്കെല്ലാം നിൽക്കുന്നിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഓരോ സ്റ്റേജ് മാറി മാറി വരുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പിന്നെ കുട്ടികളുടെ പഠിത്തത്തിനെ കുറിച്ച് ചിന്തിക്കലായി. അതിലൊക്കെ എല്ലാവരും ഇടപെടുകയും പോവുകയും, പണ്ടുള്ള ആൾക്കാരുടെ കണക്ക് എളുപ്പം പിടിച്ച കല്യാണം കഴിച്ച് വിടണമെന്നോ അങ്ങനത്തെ ചിന്തകളിലൊന്നുമല്ല. കുട്ടികളെ നല്ല വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളുടെയും ലക്ഷ്യമായിട്ട് വരുന്നത്. അതിലിപ്പം ഒരുപാട് സ്വത്തുണ്ടാക്കി വെച്ചിട്ടോ ഒരുപാട് സ്വർണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ആൺകുട്ടികളെയായാലും പെൺകുട്ടികളെയായാലും നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുക. എന്നിട്ട് അവർക്കൊരു തൊഴിൽ നേടാനുള്ള എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങളും ചെയ്ത് അവർക്ക് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതിലൊക്കെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് പണ്ടുള്ള ആൾക്കാരങ്ങനല്ല. ഒരു പെൺകുട്ടികളെ ഒരു പകുതി പഠിത്തം ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണ് അവരുടെ ചിന്ത. അന്നത്തെ അമ്മമാരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പിന്നെ ആണുങ്ങൾ വേണമെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കണം. പെൺകുട്ടികളെ അങ്ങനെ ജോലിക്ക് വിടുന്നത് താല്പര്യമില്ല. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ നേഴ്സിങ്ങിനൊക്കെ ഉണ്ടല്ലോ, നേഴ്സിങ്ങിനൊക്കെ നമ്മൾ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് നേഴ്സിങ്ങിനൊന്നും ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നത്. ടീച്ചറാവാൻ വേണ്ടിയല്ല, പിന്നെ നേഴ്സെന്ന് പറയുന്നതൊക്കെ ഏതാണ്ട് ഇപ്പോൾ കാശ് കൊടുത്ത് നേഴ്സിങ്ങിന് അഡ്മിഷൻ മേടിക്കും. അന്നൊക്കെ ആണെങ്കിൽ നേഴ്സിങ്ങിന് വിടാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലും ഒക്കെ. എല്ലാം ഉണ്ട്, നേഴ്സാണോ വേണ്ട ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പം എന്തെല്ലാം മാറി ചിന്തിച്ചു പോയി. എല്ലാ പുരുഷന്മാരും പുരുഷാധിപത്യമൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അവർക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് തിരിഞ്ഞു വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും. പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ മക്കളുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നതൊന്നും പിന്നെ ഇങ്ങനെ ഈ കാണുന്ന ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കാണുന്ന പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ കഴിഞ്ഞ് ശാരീരികമായിട്ടുള്ള ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ പിന്നെ ആത്മീയമായിട്ടുള്ള അവർക്കുള്ള ആത്മാവ് തമ്മിലുള്ളൊരു ബന്ധമായിട്ടാണ് തോന്നുന്നത്. ഒരു 50 വയസ്സിനൊക്കെ ശേഷം
അവർക്ക് കൂടുതലും ഭാര്യയും ഭർത്താവും കൂടെ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ മക്കളൊക്കെ അങ്ങ് വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ആവും. പിന്നെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാവുന്ന ഒരവസ്ഥ എത്തുമ്പോൾ പിന്നെ അവർക്ക് ഈ ശാരീരിക സ്നേഹത്തെക്കാളും കൂടുതലും ആത്മാവിനോടുള്ള ഒരു സൗഹൃദമായിട്ടുള്ള സ്നേഹമായിരിക്കും. എന്നുവെച്ചാൽ അവർക്ക് ഈ നമ്മുടെ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് എപ്പോഴും അവർ ഒരു താങ്ങായിട്ടും തണലായിട്ടും മാറുന്ന ഒരവസ്ഥയാണ് ഈ 50 വയസ്സിനൊക്കെ ശേഷമുള്ള ഒരു ഭാര്യ ഭർത്തൃ ജീവിതമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് ഒരു കെട്ടുറപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ആ ചെറുപ്പകാലത്ത് ഭാര്യയും ഭർത്താവും എത്രത്തോളം വിശ്വാസ്യതയോടെയും അതുപോലെ എത്രത്തോളം സന്തോഷമായിട്ടും ജീവിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ തന്നെയും വയസ്സാകുമ്പം രണ്ടുപേരും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേരും ഒരു താങ്ങായി തണലായി നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വിശ്വാസ്യതയാണ്. വിശ്വാസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അത് ഇനിയിപ്പോൾ വയസ്സായാലും ചിലർ 25 വർഷമൊക്കെ കഴിഞ്ഞ് ഡൈവോഴ്സ് ആവുന്ന കണ്ടിട്ടില്ലേ? 25-30 വർഷമൊക്കെ കഴിഞ്ഞ ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും നാളുമൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ജീവിച്ചിട്ട് അത് ചിലപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാളും നല്ലത് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ 25-30 വർഷം വരെയൊക്കെ ഒന്നും കാത്തിരിക്കരുത്. അതിന് മുമ്പേ അതിൽ നിന്ന് ഡൈവോഴ്സ് നേടി പോകണമെന്നുള്ളതാണ്. 25-30 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രായമായി ഒരാൾ തുണ വേണ്ടുന്ന ഒരവസരത്തിൽ എന്തായാലും പിരിഞ്ഞു പോയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എത്ര നാളാണ് കൂടിപ്പോയി എത്ര നാളാണ് പിന്നെ ജീവിച്ചിരിക്കുന്നത്? ആ സമയത്ത് അങ്ങ് ഒന്നിച്ച് ജീവിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയും നാളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പിന്നെ കുറച്ച് നാളും കൂടെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വെറും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും. ആദ്യ കാലത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഒട്ടും പറ്റാത്ത ബന്ധമാണെങ്കിൽ മാത്രമല്ലേ പിരിഞ്ഞു പോകത്തുള്ളൂ. അത് നല്ലതല്ല. ഒരു 25-30 വർഷമൊക്കെ കഴിഞ്ഞ് ഡൈവേഴ്സ് മേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മളൊരു ഒരു വാർദ്ധക്യമല്ല, ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പം ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അവരൊരു പരസ്പരം അവരുടെ ഒരു വിശ്വാസവും താങ്ങും ഒരാളെ ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സും ഒക്കെ കാണിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പഴയ ഭർത്താക്കന്മാരും പുതിയ ഭർത്താക്കന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പഴയ അമ്മൂമ്മയുടെയൊക്കെ കാലത്തുള്ള ഭർത്താക്കന്മാർ അതൊക്കെ അവരുടെയൊക്കെ ഒരു കാലഘട്ടം ഒന്ന് ഓർത്ത് നോക്കുക. കഷ്ടം. അമ്മൂമ്മയൊക്കെ എന്തുമാത്രം ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളൊക്കെ എന്തുമാത്രം ഓരോ വിഷയത്തിലും അവർക്ക് വലിയ ഇതൊന്നും ഒരു ഭർത്താക്കന്മാരും അന്നത്തെ കാലത്തൊന്നും കൊടുത്തിട്ടില്ല. ഭാര്യമാരെ വെറും അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പ്രസവിക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, അതൊക്കെ അവരുടെ ഡ്യൂട്ടി എന്നുള്ള രീതിയിലാണ് അവർ അന്നത്തെ കാലഘട്ടത്തിലെ ആണുങ്ങളൊക്കെ കരുതിയിരുന്നത്. അത് കഴിഞ്ഞ് അമ്മയുടെയൊക്കെ ആ തലമുറയൊക്കെ വരുമ്പോഴാണ് അച്ഛന്മാർക്ക് ഇച്ചിരിയൊക്കെ മക്കളെയൊക്കെ ഏതൊക്കെയാണെങ്കിലും അറിഞ്ഞ് അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നത് ആ തലമുറയാണ്. പിന്നെ നമ്മുടെയൊക്കെ തലമുറ വന്നപ്പം ഇപ്പം ഒരുപാടങ്ങ് ഇതുപോലെ അങ്ങ് പിന്നെ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ വന്ന് ഇരുന്ന് ഭയങ്കര പിന്നെ കുഞ്ഞിനെ എടുത്ത് ഉറക്കമൊഴിഞ്ഞ് അങ്ങനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ വന്ന തലമുറക്കാരും ഭാര്യയ്ക്ക് ഭർത്താവിനും തണലായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഒട്ടും താങ്ങും തണലും കിട്ടാത്ത ഭാര്യമാരും ഉണ്ട് ഈ തലമുറയിലും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്നൊക്കെ പ്രസവിച്ച് വന്ന് കുഞ്ഞെന്തുവാന്ന് അറിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഈ ചോറൂണിനും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട്. എന്നാലും അത് അപൂർവത്തിൽ അപൂർവം എന്നേ പറയാനുള്ളൂ. അത് അവരുടെ ഒരു ഭാഗ്യക്കേട് കൊണ്ടൊക്കെ വരുന്ന ബന്ധങ്ങളായി പോകുന്നത് കൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ഉള്ള എല്ലാ പിള്ളേരും ഞാനിപ്പോൾ ഈ 2000-ന് ശേഷം കല്യാണം കഴിച്ചിട്ടുള്ള എല്ലാ പിള്ളേരുടെയും ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവരെയും നല്ല കെയർ കൊടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ അവരെ ജോലിക്ക് വിടണമെങ്കിൽ ജോലിക്ക് വിടുന്നുണ്ട്. പിന്നെ ഇതുപോലെ കല്യാണം കഴിച്ച ഉടനെ ഒന്നും ഗർഭിണിയൊന്നും അല്ല. പിന്നെ അവർ 2-3 വർഷമൊക്കെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് പിന്നെ പ്രസവിച്ച് പിന്നെ അവർ അത് നല്ല കെയർ കൊടുത്ത് ഭാര്യയെ ആശുപത്രി കൊണ്ടുപോകുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും പിന്നെ വളകാപ്പും എനിക്കറിയില്ല. ഭയങ്കര ഓമനിച്ചാണ് ഭാര്യമാരെ താലോലിച്ച് കൊണ്ടു നടക്കുന്ന ഒരു തലമുറയായിട്ടാണ് ഇപ്പോഴത്തെ ചെറുക്കന്മാരെല്ലാം. അതിന് ഇനിയിപ്പോൾ അമ്മായിയമ്മ മുഖം കാണിച്ചാലും അമ്മ മുഖം കാണിച്ചാലും ഒന്നും അവർക്കതൊരു പ്രശ്നമേ അല്ല. അവരുടെ ഭാര്യയെ കഴിഞ്ഞ് അവർക്ക് വേറെ ഒന്നുമില്ല. അതുപോലെ പെൺപിള്ളേരും അതുപോലെയാണ്. നല്ല സ്നേഹത്തോടു കൂടിയുള്ള പിള്ളേരൊക്കെ ഇപ്പോഴത്തെ എല്ലാം അങ്ങനെയുണ്ട്. അതെല്ലാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ പിള്ളേരും ഉണ്ട്. അന്നേരം പിന്നെ അതുപോലെ തന്നെ അമ്മായിയമ്മമാർ നല്ല അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരു അമ്മായിയമ്മയും ഒരു മരുമകളെക്കുറിച്ചും ഇപ്പോൾ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുകയും അല്ലെങ്കിൽ അവൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല, അവന് ചായ കൊടുക്കുന്നില്ല, ഇതൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്.
ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മോളും അങ്ങനെ ചെയ്യുന്നില്ല, പിന്നെ വന്നു കയറി കുട്ടി ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആദ്യം നമ്മുടെ മോളും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ആലോചിക്കുക. നമ്മുടെ മോളോ ചെയ്യുന്നില്ല, പിന്നെ വന്നു കയറുന്ന കുട്ടിയെ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ തലമുറ. ഒന്നാമത് അവരുടെ ജോലിയുടെ രീതികൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരല്ലേ, പിന്നെ അവർ രാവിലെ മൊത്തം കിടന്ന് ഉറങ്ങും, പിന്നെ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അതിനകത്തൊന്നും ഇടപെടാനേ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലുള്ള അമ്മമാരോടാണ് ഞാനീ പറയുന്നത്. അല്ലാതെ അവൻ രാവിലെ എണീറ്റ് പിന്നെ 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് 2 പേരും ജോലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ചെയ്യുന്നത്. അവർ 2 പേരും ജോലിക്ക് പോകുന്നവരില്ല, അന്നേരം അതൊക്കെ നല്ല കാര്യം. പിന്നെ ഒരാൾ വന്നിട്ടേ മറ്റേ ജോലി ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ ചില പെൺപിള്ളേരുണ്ട്, ഹസ്ബൻഡ് ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ടേ ഞാനും തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഇരിക്കരുത്. ആദ്യം ആരാ വരുന്നതെന്ന് വെച്ചാൽ അവർ കുറച്ച് ജോലി ചെയ്ത് വെച്ചാൽ മറ്റേ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോകണം. അതുപോലെ കുട്ടിയായി കഴിഞ്ഞാലും പല പല പ്രശ്നങ്ങളാണ്. രാത്രി ചിലപ്പോൾ കുഞ്ഞിന് പനിയുണ്ടെങ്കിൽ ഉറക്കമൊഴിയേണ്ടി വരും, ചിലപ്പോൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അത്രയും നാൾ അടിച്ചു പൊളിച്ച് നടന്ന കണക്കൊന്നും പോകത്തില്ല. ഞാൻ പിന്നെ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ പയ്യന്മാരെല്ലാം വളരെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതുപോലെ ഭാര്യയെ വളരെയധികം സ്നേഹിക്കുന്ന പയ്യന്മാരാണ്. അപ്പോൾ ആശുപത്രിയിൽ പോകണൊക്കെ തന്നെ ആ കുഞ്ഞിനെ അവൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കിതൊക്കെ തോന്നിയത്, പറയണമെന്ന് തന്നെ തോന്നിയത്. ഞാനിത് പറയാതെ തന്നെ ഇപ്പോഴത്തെ അമ്മമാർക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും, അല്ലയോ? ഞാൻ കണ്ട കാര്യവും എൻ്റെ അനുഭവങ്ങളും എൻ്റെ അമ്മയുടെ അനുഭവങ്ങളും ഒക്കെ കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പഴയ ഭർത്താക്കന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ഭർത്താക്കന്മാരൊക്കെ അടിപൊളിയാണ്. അവർ നന്നായിട്ട് നോക്കുന്നുമുണ്ട്. അതിനിപ്പം ഒരുപാട് പണമുള്ള ഭർത്താവാണെങ്കിലും ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലും തീരെ അന്നന്ന് ജോലിക്ക് ഇറങ്ങിപ്പോകുന്ന പയ്യന്മാരാണെങ്കിലും അവരുടെ ഭാര്യമാരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതെൻ്റെ അനുഭവത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. പിന്നെ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു ദിവസത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ പറയാം. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.